നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെയും സിറ്റിയെ വിജയത്തിലേക്ക് എത്തിച്ചതാണ് കെവിൻ ഡി ബ്രൂയിനെ. ഗോൾസിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറുമ്പോൾ ഗോൾ അടിച്ചത് ഡി ബ്രൂയിനെയാണ്. പക്ഷേ ആ KDB ഈ സീസൺ അവസാനത്തോടു കൂടി മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ്. കാര്യം നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ താരം തന്നെ പറയുന്നു, എനിക്കറിയില്ല എന്താണ് ഭാവിയിൽ എൻ്റെ മുന്നിലുള്ളത് എന്ന്. ഇവിടെ ഇനിയും എനിക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. KDB തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ സീസൺ, അതായത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സീസണിലുടനീളം താൻ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ പ്രതീക്ഷിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് സംഭവിച്ചില്ല എന്ന്. ചുരുക്കത്തിൽ KDBയുടെ ഇഷ്ടപ്രകാരമല്ല അവിടം വിട്ടു പോകുന്നതെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. എനിക്ക് കഴിയാവുന്നത്ര മികച്ച രൂപത്തിൽ കളിക്കാനാണ് ഈ കളിയിലും ശ്രമിച്ചത്. എനിക്കറിയാം എത്തിഹാദിൽ എനിക്കിനി ഒരു കളി കൂടി കളിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷേ ഞാൻ ശ്രമിക്കുന്നത് എല്ലായ്പ്പോഴും എന്ന പോലെ ഏറ്റവും മികച്ച രൂപത്തിൽ എൻ്റെ ജോബ് ചെയ്യാനാണ്. ഇന്ന് ഞാനത് ചെയ്തു. അതിൽ ഞാൻ വളരെയധികം പ്രൗഡാണ്. ഭാവിയിൽ എന്താണ് എൻ്റെ മുന്നിലുള്ളത് അതെനിക്കറിയില്ല. അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഐ ക്യാൻ സ്റ്റിൽ പ്ലേ ഹിയർ എന്നുള്ളത് ഞാൻ കാണിച്ചു എന്നാണ്. എനിക്കിനിയും ഇവിടെ കളിക്കാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ മികച്ച രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പോയിന്റിൽ അതർവൈസ് ഐ ഡോണ്ട് ഡു വാട്ട് ഐ ഡു ദീസ് ലാസ്റ്റ് 4 or 5 weeks. ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ പോയിന്റ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് സ്കൈ സ്പോർട്സിനോട് പറഞ്ഞു. കഴിഞ്ഞ 4-5 ആഴ്ചകളിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതിനർത്ഥം എനിക്കിനിയും ഇവിടെ തുടരാൻ പറ്റും എന്ന് തന്നെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും. പക്ഷേ അത് സംഭവിക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.